ഷിംജിത ഒരു വീഡിയോ എടുത്തു. പോലീസിൽ പരാതിപ്പെട്ടിട്ടില്ലെന്നാണ് പോലീസ് അതെന്തുകൊണ്ടാണ് പോലീസ് പരാതിപ്പെടാതിരുന്നത്? ആ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്താലും ഇതിനകത്തൊന്നും നടപടിയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ആ പെൺകുട്ടി എന്ത് ചെയ്തു? സോഷ്യൽ മീഡിയനെ കോടതിയായിട്ട് കാണാം. ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുത്ത് അവന്റെ മുഖം രണ്ടാള് കണ്ട് അവനെ നാണം കെടുത്തിയെങ്കിലും ഒരു നീതി കിട്ടട്ടെ എന്ന് പുള്ളിക്കാരി വിചാരിച്ചിട്ടുണ്ടാവും. മുൻകൂട്ടി ചിന്തിച്ചോ ഇതുപോലെ പോലീസ് സ്റ്റേഷനിൽ പോയാൽ? അതെ, ഉറപ്പായും ആ പെൺകുട്ടി അങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവും. ഇത് തന്നെയാണ് കേസങ്ങ് എടുത്ത് മല മറിക്കുക. എനിക്ക് ആ ടച്ച് ബാഡ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. എന്ത് കരുതി അയാൾ മരിക്കുന്നതിന് മുമ്പ് ഞാൻ അയാളെ എവിടെ അതിക്രമിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടില്ല. അതുപോലെ തന്നെ 90% പറയുന്ന ആൾക്കാർ പറയുന്ന ആയിരിക്കില്ല സത്യം. ഇങ്ങനെ ഒരു സമൂഹത്തിൽ സ്ത്രീകൾ ഇങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെ പ്രതികരിച്ചാലാണ് നീതി കിട്ടുക? പെട്ടെന്ന് നമ്മളൊരാൾ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഒരു പാനിക്കായി പോകും. അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് ചിന്തിച്ച് നമ്മളുടെ ബ്രെയിനിലൊന്നും വരത്തില്ല. അത് എടുത്ത് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ അയാളത് ഇത് കണ്ടിട്ട് നിർത്തിയിട്ടുണ്ടാവും. അങ്ങനെ പല പോസിബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് സോഷ്യൽ മീഡിയക്ക് വിധിക്കാൻ പറ്റത്തില്ല ഇത് ക്രൈം നടന്നോ ഇല്ലയോ എന്ന്. പക്ഷേ താങ്കൾ പറഞ്ഞ ഈ ഷിംജിതയുടെ കാര്യത്തിൽ അത് കാണുന്ന കോമൺ സെൻസ് ഉള്ള ബോധമുള്ള വിവരമുള്ള ഒരു വ്യക്തിക്ക് അത് അങ്ങോട്ട് പോയി മുട്ടിയതും അതിനുവേണ്ടി വൈറലാകാൻ വേണ്ടി അവർ ചെയ്ത ഒരു വീഡിയോയുമായിട്ടാണ് തോന്നിയതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ആ പെൺകുട്ടി ആ മുട്ടിച്ച് അല്ലെങ്കിൽ ബ്രഷിനെ കൊണ്ടുപോയി ചേർത്ത് ഉരുമി അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അശ്ലീലമായിട്ട് തോന്നുന്നു. എനിക്ക് ഇവിടുത്തെ ഇങ്ങനെ പറയുന്ന പുരുഷന്മാരോട് അറപ്പ് തോന്നുന്നു. ഒരു പെണ്ണ് സുഖം കിട്ടാൻ വേണ്ടി നിന്ന് കൊടുത്തതാണ് ഇതൊക്കെ. അവൾ അങ്ങോട്ട് കൊണ്ടേ മുട്ടിച്ചു, മുല കുത്തി മരിച്ചു. നാണമില്ലേ? നമ്മൾ ലിംഗം കുത്തി എത്ര പേര് മരിച്ചിരിക്കുന്നു, ആർക്കും ഒരു പ്രശ്നവും ഇല്ല. ഓ എന്തൊരു മഹാമാര്! ഞാൻ ജനിക്കേണ്ടിയേ ഇരുന്നില്ല. തുടച്ചു കളഞ്ഞാൽ മതിയല്ല. ഈ ബസ്സിന്റെ അകത്ത് കയറുക, വീഡിയോ എടുക്കുക, ഇടുക എന്ന് പറയുന്ന ഒരു ട്രെൻഡായി മാറി എന്നുള്ളതിനെ കുറിച്ച് സംശയമൊന്നുമില്ലല്ലോ. ഒരു ട്രെൻഡും ഇല്ല. അത് ട്രെൻഡായി മാറിയിട്ടുണ്ടെങ്കിൽ കാരണം ഇവിടുത്തെ നിയമ സംവിധാനമാണ്. പോലീസ് പരാതി കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ പോലീസ് മൈൻഡ് ചെയ്യാത്തതുകൊണ്ടാണ് അത് ട്രെൻഡായിട്ട് മാറുന്നത്. അപ്പോൾ പോലീസിനെതിരെ നിങ്ങൾ പറ, ഇവിടുത്തെ നിയമ സംവിധാനത്തിനെതിരെ പറ, ഇവിടുത്തെ പെൺകുട്ടികൾക്കെതിരെ പറയാം. ഇതുപോലെ തന്നെ വൈറലായ ഒരു പുരുഷന്റെ തൊട്ടിപ്പുറത്തിരുന്ന് ഒരു പെൺകുട്ടി എടുത്തൊരു വീഡിയോ വൈറലായിരുന്നു. ഇത് മുഖം മറച്ചിട്ടാണ് ഇട്ടിരുന്നത്, വൈറലായിരുന്നു. അയാൾ എന്താ ചെയ്തത്? പെൺകുട്ടികൾ ഇതിനെതിരെ പ്രതികരിക്കണമെന്നും ഇനിയിപ്പോ പോലീസ് കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കണമെന്നും പോലീസ് ഇതിനെതിരെ ആക്ഷൻ അവന്മാർ എടുക്കൂല. ഇനിയും ഞാൻ പറയുന്നു അവന്മാർ എടുക്കൂല. ഇവിടുത്തെ ഏതെങ്കിലും മിനിസ്റ്റർക്കെതിരെയോ ഇപ്പൊ പിണറായി വിജയന്റെ മകൾക്കെതിരെയൊക്കെ ആണെങ്കിൽ ഇത് ഇടുന്നതെങ്കിൽ അവർ ദുബായിലല്ല അമേരിക്ക വരെ പോയി പിടിച്ചിട്ട് വരും. നാളെ ഒരു പെൺകുട്ടിക്ക് ഇത് ബസ്സിൽ നിന്ന് നിങ്ങൾ ഒരു അസോൾട്ട് ഉണ്ടായി, ആ പെൺകുട്ടി ഫ്രീസ് ആയി പോയി, ആ പെൺകുട്ടിക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല. ആ പെൺകുട്ടി ഇപ്പൊ എന്നെ പോലെ ബോൾഡ് ആവണമെന്നില്ല. അപ്പൊ അവരുടെ കയ്യിലുള്ള ആകെയുള്ള ഒരു ടൂള് ക്യാമറയാണ്. ക്യാമറ എടുത്ത് തെളിവ് ശേഖരിച്ചപ്പോ ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടേ കൊടുത്തു. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടേ കൊടുത്തു. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ നിയമവ്യവസ്ഥ വെച്ചിട്ട് ഇത് പറയട്ടെ, ആ പോലീസ് കൊണ്ട് കേസ് കൊടുത്തു. പോലീസ് ഒന്നും അനങ്ങുന്നില്ല. അപ്പം പോലീസ് അനങ്ങുന്നില്ലെങ്കിൽ ഞാൻ അവരുടെ പോലീസ് അനങ്ങുന്നില്ല. അപ്പൊ അവര് മുഖം മറച്ചുകൊണ്ട് പോലീസ് ഒരു ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ടു. അപ്പോഴും പോലീസ് അനങ്ങുന്നില്ല. മുഖം റിവീൽ ചെയ്തുകൊണ്ട് അടുത്ത വീഡിയോ ഇട്ടു. അപ്പൊ ഒരാൾ ആത്മഹത്യ ചെയ്തു. അപ്പോഴേ പോലീസ് അനങ്ങത്തുള്ളൂ. ഇതാണ് ഇവിടെ നടക്കുന്ന കാര്യം. ഷിംജിതയുടെ കേസ് ഷിംജിത എന്നല്ല ഒരു പെൺകുട്ടി. ഇനിയിപ്പോ എന്ത് കേസ് എങ്ങനെയാ പഠിക്കേണ്ട? ഞാൻ അല്ല ഇപ്പൊ ഈ ശേഷം നടന്ന എന്താണെന്നതിനെ കുറിച്ചൊക്കെ ഏകദേശം ഒരു ഐഡിയ ഒക്കെ ഉണ്ട്. അല്ലാതെ ഇപ്പൊ നമുക്ക് അതെല്ലാം എടുത്ത് വായിച്ചു നോക്കാൻ വേണ്ടി പറ്റും. അതൊക്കെ ഓക്കെ. എന്താണ് ഇപ്പൊ സംഭവിച്ചത് സത്യത്തിൽ ഷിംജിതയുടെ കേസിൽ എന്ന് പറഞ്ഞാൽ ഷിംജിത ഒരു വീഡിയോ എടുത്തു. പോലീസിൽ പരാതിപ്പെട്ടിട്ടില്ലെന്നാണ് പോലീസ് അതെന്തുകൊണ്ടാണ് പോലീസ് പരാതിപ്പെടാതിരുന്നത്? മുൻകൂട്ടി ചിന്തിച്ചോ ഇതുപോലെ പോലീസ് സ്റ്റേഷനിൽ പോയാൽ? ഉറപ്പായും ആ പെൺകുട്ടി അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ സ്നേഹം കൊണ്ട് എന്നെ ആരും ഇഷ്ടപ്പെടും, എന്നെ ആരും സ്നേഹിക്കണ്ടോ, ആരും സ്നേഹപ്പെടുന്നതല്ല. എനിക്ക് നിങ്ങൾ എല്ലാവരും 90% ആൾക്കാരും എനിക്ക് കയറിപ്പോ എന്താ കുഴപ്പം? നിങ്ങൾക്ക് റീച്ച് കിട്ടുമല്ലേ? നിങ്ങൾക്ക് തെറി കയറ്റി റോളർ കയറുമല്ലേ? അതിനിപ്പോ നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹവും വേണ്ട, നിങ്ങൾ ഡോളർ കൂട്ടിക്കോ, എനിക്കതൊരു പ്രശ്നമില്ല. 90% ഒരാൾക്കാർ ഒരാളെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അതിന്റെ കൂടെ നിൽക്കാൻ വേണ്ടി പറ്റില്ല. എനിക്ക് ആ ടച്ച് ബാഡ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. എന്ത് കരുതി അയാൾ മരിക്കുന്നതിന് മുമ്പ് ഞാൻ അയാളെ എവിടെ അതിക്രമിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടില്ല. അതുപോലെ തന്നെ 90% പറയുന്ന ആൾക്കാർ പറയുന്ന ആയിരിക്കില്ല സത്യം. ഇങ്ങനെ ഒരു സമൂഹത്തിൽ സ്ത്രീകൾ ഇങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെ പ്രതികരിച്ചാലാണ് നീതി കിട്ടുക? പോലീസ് സ്റ്റേഷനിൽ പോയാൽ നീതിയില്ല, എവിടെ പോയാലും നീതിയില്ല. അപ്പം ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുത്ത് അവന്റെ മുഖം രണ്ടാൾ കണ്ട് അവനെ നാണം കെടുത്തിയെങ്കിലും ഒരു നീതി കിട്ടട്ടെ എന്ന് പുള്ളിക്കാരി വിചാരിച്ചിട്ടുണ്ടാവും. അതാണ് നടന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ ഇപ്പൊ അതിന് മുമ്പ് ഒരു പെൺകുട്ടിക്ക് അയാൾ ചാരി നിന്നു എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിരിക്കും അത്. ചോദിച്ചോട്ടെ, ഇത്രയും ഞാൻ ധീരഘോരം പ്രസംഗിക്കുന്ന മൊത്തം ഞാൻ കേട്ടോണ്ട് ഞാൻ ചോദിക്കട്ടെ. അതായത് ഈ ബസ്സിന്റെ അകത്ത് കയറുക,
വീഡിയോ എടുക്കുക, ഇടുക എന്ന് പറയുന്ന ഒരു ട്രെൻഡായി മാറി എന്നുള്ളതിനെ കുറിച്ച് സംശയമൊന്നുമില്ലല്ലോ. ഒരു ട്രെൻഡും ഇല്ല. അത് ട്രെൻഡായി മാറിയിട്ടുണ്ടെങ്കിൽ കാരണം ഇവിടുത്തെ നിയമ സംവിധാനമാണ്. പോലീസ് പരാതി കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ പോലീസ് മൈൻഡ് ചെയ്യാത്തതുകൊണ്ടാണ് അത് ട്രെൻഡായിട്ട് മാറുന്നത്. അപ്പൊ പോലീസിനെതിരെ നിങ്ങൾ പറ, ഇവിടുത്തെ നിയമ സംവിധാനത്തിനെതിരെ പറ, ഇവിടുത്തെ പെൺകുട്ടികൾക്കെതിരെ പറയാം. ഇതുപോലെ തന്നെ വൈറലായ ഒരു പുരുഷന്റെ തൊട്ടിപ്പുറത്തിരുന്ന് ഒരു എന്താ പെൺകുട്ടി എടുത്തൊരു വീഡിയോ വൈറലായിരുന്നു. ഇത് മുഖം മറച്ചിട്ടാണ് ഇട്ടിരുന്നത്, വൈറലായിരുന്നു. അയാൾ എന്താ ചെയ്തതെന്ന് ഇപ്പൊ ഞാൻ പറയട്ടെ. ഇപ്പൊ നമ്മളൊരു മഴവില്ല് കണ്ടു, നമ്മളിങ്ങനെ ബസ്സിൽ പോകുമ്പോഴാണ് ഒരു മഴവില്ല് കണ്ടത്. നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ മഴവില്ല് മാറിയിട്ടുണ്ടാവും, നമ്മൾ അപ്പുറത്ത് എത്തിയിട്ടുണ്ടാവും. അപ്പം നമുക്ക് അല്ലെങ്കിൽ ഒരു നല്ല ഇൻട്രസ്റ്റ് കണ്ടോ. അതുപോലെ ചിലപ്പോൾ ചെയ്തോണ്ടിരിക്കുമ്പോഴായിരിക്കും അവർ ഒരു ഫോൺ എടുക്കാൻ വേണ്ടി തന്നെ എത്രമാത്രം കഷ്ടപ്പെടുമെന്ന് അറിയാമോ. ആ ഒരു പെട്ടെന്ന് നമ്മൾ ഒരാൾ ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഒരു പാനിക്കായി പോകും. അപ്പൊ അത് നമ്മൾ പെട്ടെന്ന് ചിന്തിച്ച് നമ്മളുടെ ബ്രെയിനിലൊന്നും വരത്തില്ല. അത് എടുത്ത് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ അയാളത് ഇത് കണ്ടിട്ട് നിർത്തിയിട്ടുണ്ടാവും. അങ്ങനെ പല പോസിബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് സോഷ്യൽ മീഡിയക്ക് വിധിക്കാൻ പറ്റത്തില്ല ഇത് ക്രൈം നടന്നോ ഇല്ലയോ എന്ന്. അത് വിധിക്കേണ്ടത് പോലീസാണ്. ആ പോലീസ് സംവിധാനം ഇവിടെ പരാജയമാണ്. അതാണ് പറയുന്നത്. ഈ ബസ്സിലെ ക്രൈമുകൾ അന്വേഷിക്കാൻ വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് വല്ല സൈബർ സെല്ല് പോലെയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബസ് സെല്ല് രൂപീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ വളരെ കറക്റ്റായിട്ടുള്ളൊരു ആൻസറും വളരെ കൃത്യമായിട്ടുള്ള നിലപാടൊക്കെ ആയിരിക്കാം. പക്ഷേ എന്നിരുന്നാൽ പോലും എനിക്കിതിൻ്റെ അകത്ത് വളരെ സിമ്പിളായിട്ട് ഇപ്പോഴും പറയാനുള്ളത്, ഈ ഷിംജിത എന്ന് പറയുന്ന വ്യക്തി വീഡിയോ എടുക്കാൻ അത്രയും അല്ലെങ്കിൽ ഒരു 65 മിനിറ്റ് പുള്ളിയുടെ പുറകെ നടന്ന് വീഡിയോ എടുക്കാൻ, മുട്ടിയിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ സമയം കണ്ടെത്തിയതിന് പകരം ഒന്നല്ലെങ്കിൽ അവിടെ വെച്ച് പ്രതികരിക്കാമായിരുന്നു. ചിലപ്പോൾ പറയട്ടെ, ഞാൻ ഇത്രയും താങ്കൾ പറയുന്നത് കേട്ടില്ലേ, ഞാനൊന്ന് പറയട്ടെ, ഞാനിന്ന് പൂർത്തീകരിക്കട്ടെ. താങ്കൾ ഇത്രയും നേരം ഈ 2 മിനിറ്റ് സംസാരിക്കുന്ന മുഴുവൻ ഞാനിരുന്ന് കേട്ടു. അപ്പോൾ ആശയ സംവാദം ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംഘടന ഉണ്ടാവും. അതിന് ഭംഗിയുള്ളതിന് അതിൻ്റെ ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്, അല്ലെങ്കിൽ നിലപാടുകൾ തമ്മിലുള്ള പോരാട്ടം ആകുമ്പോൾ അതൊക്കെ സംഭവിക്കും. അപ്പോൾ ഞാൻ പറയുന്നത്, ഇത്തരത്തിൽ ആ പെൺകുട്ടി മുട്ടിച്ച് അല്ലെങ്കിൽ ബ്രസ്റ്റിനെ കൊണ്ടുപോയി ചേർത്ത് ഉരുമി എനിക്ക് അശ്ലീലമായിട്ട് തോന്നുന്നു. അശ്ലീലമാണെങ്കിലും എനിക്ക് ഇവിടുത്തെ ഇങ്ങനെ പറയുന്ന പുരുഷന്മാരോട് അറപ്പ് തോന്നുന്നു. ഒരു പെണ്ണ് സുഖം കിട്ടാൻ വേണ്ടി നിന്ന് കൊടുത്തതാണ്. ഇതൊക്കെ എത്ര കാലമായിരിക്കുന്നു. ഇതിനു മുമ്പ് അവൾ അങ്ങോട്ട് കൊണ്ടേ മുട്ടിച്ചു, മുല കുത്തി മരിച്ചു. നാണമില്ലേ, നമ്മൾ ലിംഗം കുത്തി എത്ര പേര് മരിച്ചിരിക്കുന്നു, ആർക്കും ഒരു പ്രശ്നവും ഇല്ല. ഓ, എന്തൊരു മഹാമാര്, നല്ല സ്ഥലം തന്നെ. ഇവിടെയൊക്കെ ഞാൻ എന്തിനാണോ ജനിച്ചത്, ഞാൻ ജനിക്കേണ്ടിയേ ഇരുന്നില്ല. എല്ലാരും പറയും സൂപ്പർ, ഇവിടെ ജനിച്ച പ്രശ്നം തുടച്ചു കളഞ്ഞാൽ മതി. നമ്മളെല്ലാം മുല കുടിച്ച് വളർന്നു വന്നവർ നമുക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എല്ലാ ഇതിനെക്കുറിച്ചും കൃത്യമായിട്ട് അവബോധവും കാര്യങ്ങളും എല്ലാം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. നമ്മളെല്ലാം ഒരു ഉമ്മയുടെ അല്ലെങ്കിൽ അമ്മയുടെ അല്ലെങ്കിൽ അമ്മച്ചിയുടെ ഉദരത്തിൽ കിടന്നു വളർന്ന ആരും ഇവിടെ സ്ത്രീപക്ഷത്തിനെതിരല്ല. നമുക്കറിയാം. പൂർത്തീകരിക്കട്ടെ, സമൂഹം ഉണ്ടാവാം. ഞാൻ പൂർത്തീകരിക്കട്ടെ. ഞാൻ ഇത്ര നേരം പറഞ്ഞ മുട്ടും കേട്ടല്ലോ. പൂർത്തീകരിക്കാൻ ഇപ്പൊ അനുവദിക്കുന്നില്ല. ഇപ്പൊ ആരാണ് ജനാധിപത്യ മര്യാദ കാണിക്കാതിരിക്കുന്നത്? ഞാൻ തന്നെ. എനിക്ക് പാട്രിയാർക്കി സമൂഹത്തിൽ ജനാധിപത്യ മര്യാദ ഇല്ല. എനിക്കതില്ല. പറയുന്ന കുറെ നമ്മൾ കേട്ടു. ഞാൻ പറയുന്നത് നിങ്ങൾ കുറച്ച് കേട്ടു. എനിക്ക് ഇന്നലെ ശ്രീകണ്ഠൻ നായരോ പറയാൻ അവസരം തന്നില്ല. അപ്പൊ ഞാൻ വെച്ച് നാളെ നിന്റെ ചാനലിൽ വന്നിട്ട് ഇരുന്നിട്ടെങ്കിലും കുറച്ച് പറയണം. ഞാൻ അവിടെ കിടന്ന് അവസരമൊന്നും ഞാൻ ഇടപെട്ടിട്ടേ ഇല്ല. അപ്പൊ ഞാൻ പറയുന്നതും കൂടി കേൾക്കാനുള്ള സൗമനസ്യം കൂടി കാണിക്കണം. ലിസണറും കൂടി ആവും. ഈ ഡിബേറ്റർ ആവുന്നതിനോടൊപ്പം ലിസണറും കൂടി ആവണം. കേൾക്കാനും കൂടി ഉള്ള ഒരു മര്യാദ കാണിക്കണം. ശരിയല്ലേ? കേൾക്കുന്നത് അതാണ് മൈൻഡിന്റെ വിഷയം. നമ്മൾ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് ചിന്തിച്ചിരിക്കുന്ന മൈൻഡാണ് പ്രശ്നം. ഞാൻ താങ്കൾ പറഞ്ഞ ന്യായമായ കാര്യങ്ങളെ മുഴുവൻ അംഗീകരിച്ചാണ്. താങ്കൾ പറഞ്ഞ ന്യായമായ കാര്യങ്ങളെ മുഴുവൻ അംഗീകരിക്കുകയും താങ്കൾ പറഞ്ഞ എല്ലാ നിലപാടുകളെയും അംഗീകരിച്ച ആളാണ്. പക്ഷേ താങ്കൾ പറഞ്ഞ ഈ ഷിംജിതയുടെ കാര്യത്തിൽ അത് കാണുന്ന കോമൺ സെൻസ് ഉള്ള ബോധമുള്ള വിവരമുള്ള ഒരു വ്യക്തിക്ക് അത് അങ്ങോട്ട് പോയി മുട്ടിയതും അതിനുവേണ്ടി വൈറലാകാൻ വേണ്ടി അവർ ചെയ്ത ഒരു വീഡിയോയുമായിട്ടാണ് തോന്നിയതെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അത് ജനങ്ങൾ എടുക്കട്ടെ, ബാക്കി തീരുമാനിക്കട്ടെ ജനങ്ങള്. അതായത് അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഫെമിനിസം അല്ലെങ്കിൽ നമ്മുടെ ഒരിക്കലും നമ്മുടെ തലച്ചോറ് നമ്മൾ ഒരാൾക്കും പണയം വെക്കരുത്. നിങ്ങൾ ആരെങ്കിലും ഒരു 1000 കോടി എടുത്താ ആ ഫെമിനിസത്തിൽ നിന്നൊന്ന് തിരിച്ചെടുത്ത് തരൂ. ഞാൻ ഫെമിനിസത്തിന് എന്റെ തല പണയം വെച്ച് കഴിഞ്ഞു. ഇനി നിങ്ങൾ അത് എന്നെ നിങ്ങൾ എന്റെ വീഡിയോ ഇട്ടും അവള് വേടി വേശ്യ അവക്ക് തന്തയില്ല പറഞ്ഞ് നിങ്ങൾ ഇതുപോലെ ചാനൽ ചർച്ച വിളിച്ചിട്ട് ആർഗ്യൂ ചെയ്തും ഒക്കെ നിങ്ങൾ തിരിച്ച് പണയപ്പെടുത്ത എടുത്ത് താ എനിക്ക്. അതെന്നാലും വിടുകയല്ല. ഇല്ല, നമ്മുടെ നിലപാട് ഫെമിനിസവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയായിരിക്കും. എന്ത് കൊള്ളരുതായ്മ കാണിച്ചാലും ഫെമിനിസം വെച്ച് പറയും അവളത് സ്ത്രീ ചെയ്തതാണ് കറക്റ്റ്. സരിതയോടൊപ്പം അല്ലെ? സരിതയുടെ കേസ് ഒന്നും എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. ഷിംജിതയുടെ കേസ് പഠിക്കാനുള്ള സമയം സരിതയുടെ കേസ് പഠിക്കാൻ ചെറുതായിരുന്നു. എനിക്ക് അങ്ങനെ പറയും. ഞാനും ചെറുതാ. എനിക്കും 25-26 വയസ്സേ ഉള്ളൂ. എനിക്ക് ഞാനത് അത്രയും അന്നൊക്കെ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ CPIMന്റെ ഭയങ്കര SFIക്കാരാ. അപ്പൊ ഉമ്മൻചാണ്ടി ചിന്തിച്ചു അന്ന് ബോധമില്ലാത്തത്. അതുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടൊന്നുമില്ല.
അതിനെ പറ്റിയിട്ട്. പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതിനകത്ത് മിസ്റ്റേക്ക് ഉള്ളതായിട്ട് നമുക്ക് തോന്നും. ആ ഒരു ഉമ്മൻചാണ്ടിനെ വെറുതെ ക്രൂശിച്ചെന്ന് നമുക്ക് തോന്നും. അത് അവരുടെ ഒരു ജനാധിപത്യ. ഞാനിവിടെ പറയുന്നു അത് പാവം ഒരു ഉമ്മൻചാണ്ടിയെ ക്രൂശിച്ചാന്ന് ഞങ്ങൾക്ക് തോന്നും. ഡൽഹിയിൽ പീഡനം ചെയ്യപ്പെട്ട ആ പെൺകുട്ടിയോടൊപ്പമാണ് ഞങ്ങൾ, പക്ഷേ ഷിംജിതയോടൊപ്പമല്ല. അതേ ഉള്ളൂ, അതിനകത്ത് നിലപാട് അതാണ്. ആയിക്കോട്ടെ. പീഡിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ പാവപ്പെട്ട ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ എന്താ പറയാ കാമപ്രാന്ത് കയറി ചെയ്യുന്ന ഓരോരുത്തന്മാരുടെ ഒപ്പം അല്ല ഞങ്ങൾ ആരും ഇവിടെ ഒപ്പമല്ല. ഞങ്ങൾ ഈ മെൻസ് കമ്മീഷനിൽ കുറെ അമ്മമാരുണ്ട്, ഈ സവാദിനൊക്കെ പോയി മാലയിട്ട് അവരൊന്നും. ഞാൻ ഓൾറെഡി അത് ഒരു രാഹുൽ ഈശ്വറുമായിട്ടുള്ള ഇന്റർവ്യൂ രാഹുൽ ഈശ്വരോട് അങ്ങോട്ട് ഞാൻ പറഞ്ഞതാ, താങ്കൾ നല്ല അത്യാവശ്യം നിലപാടിപ്പോൾ ഉണ്ട്, നിലവാരം കാണിക്കുന്നുണ്ട്, പക്ഷെ ഇതുപോലുള്ളവന്റെ ഒക്കെ കൂടെ പോയി നിന്ന് സവാദിന്റെ ഒക്കെ അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ലൈംഗിക രോഗമുള്ളവൻ, ലൈംഗിക ശേഷിയുടെ ഉദാഹരണം കൂടുതലുള്ളതുകൊണ്ട് കാണിക്കുന്ന പരിപാടികൾ എന്ന് പറയും. പക്ഷെ അംഗീകരിക്കുന്നില്ല എന്ന് ഞാനൊക്കെ എഴുതിയിട്ട ആളാ. എന്റെ ഫേസ്ബുക്കോ എന്തോ എടുത്ത് നോക്കിയാൽ കാണാം എന്റെ നിലപാട് അത് തന്നെയാണ്. നിങ്ങളുടെ എന്താ പ്രശ്നം അറിയാമോ? ഫെമിനിസം തലച്ചോറ് ഫെമിനിസത്തിന് പണയം വെച്ച് കാണിച്ചാലും അത് അംഗീകരിക്കാതെ ഞാൻ പറയട്ടെ. ഇപ്പം കഷായം കൊഴിപ്പിച്ച് നമ്മൾ ആരെങ്കിലും പോസ്റ്റ് ഇട്ടോ ഞാൻ പോസ്റ്റ് ഇട്ടോ നീ കണ്ടോ? ശരണ്യ എന്ന് പറഞ്ഞ കുട്ടി അവരമ്മ പിഞ്ചു കുഞ്ഞ് കൊന്നു, നമ്മൾ പോസ്റ്റ് ഇട്ടോ? അങ്ങനെയില്ല. നമ്മൾ പറയുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഷിംജിതയ്ക്ക് സപ്പോർട്ടാണോ അല്ലേ എന്നുള്ളതല്ല. ഒരു പ്രതി അവരെ മോബ് ലിഞ്ചിങ്ങിന് ഇട്ട് കൊടുക്കരുത്, അതേ നമ്മൾ പറയുന്നുള്ളൂ. അല്ലാതെ ഇവളെ സപ്പോർട്ട് ചെയ്തു ഓപ്പോസ് ചെയ്തു അങ്ങനെയുള്ള രീതിയിലില്ല. ആരാണേലും ഇപ്പം ദീപക്ക് സൈബർ ബുള്ളിങ് ഭയന്നാണ് ആത്മഹത്യ ചെയ്യുന്നത് നിങ്ങൾ പറയുന്നു. അപ്പം അതേപോലെ തന്നെ ഈ ഷിംജിതനെ അതേപോലെ അതേ നാണയത്തിൽ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കരുത്. അതുപോലെ തന്നെ ഇത്രയും സൈബർ ബുള്ളിങ്ങിന് എതിരെ നിൽക്കുന്ന നിങ്ങൾ ആരും ഒരു മനുഷ്യൻ പോലും എന്തുകൊണ്ട് എന്നെ 4 പേര് വെടി എന്ന് പറയുമ്പോൾ അവള് വെടിയല്ലെന്നും അല്ലെങ്കിൽ 4 പേര് തന്തയില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു തന്തയില്ലാത്തവള് അവ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആ ഒരു സ്ഥലത്ത് പറയണ്ടേ? പിന്നെ എന്തോരുണ്ട് മിസ്റ്റർ റാബിറ്റ് എന്നൊക്കെ. പിന്നെ അവന്മാരൊന്നും ഞാൻ പ്രോത്സാഹിക്കുന്നു. മല്ലു റാപ്പർത്തൊക്കെ പറയുന്നത് ഇന്നലെ ഒരു ഇത്രയും ബ്രസ്റ്റ് കെട്ടി വെച്ച് എനിക്ക് അത്രയും ഉണ്ടോ? നിങ്ങൾ പറ, സത്യമായിട്ടും പറ. ഇത്രയും ബ്രസ്റ്റ് കെട്ടിച്ച് ഇവിടെ ഞാൻ 2 കാലകത്തി വെച്ചേക്കുന്നത്, ഇവിടെ ഒരു പെനിസിന്റെ, ഇതൊക്കെ എന്ത് നാണക്കേടാ? ഇതിനൊന്നും അതിനടിയിലുള്ള കമന്റ് ഒക്കെ വാവ് സൂപ്പർ അവർക്ക് അങ്ങനെ. പക്ഷെ അതിനകത്ത് എത്രയും കമന്റ് ഉണ്ട്. അത് സമൂഹത്തിന്റെ സെക്ഷൻ അല്ലേ? ഈ സൈബർ ബുള്ളിങ്ങിനെതിരെ നിങ്ങൾ അത്രയും നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനു വേണ്ടി പറയണം. സ്ത്രീകൾക്കെതിരെ പ്രശ്നം. ഞാൻ സ്ത്രീയല്ലേ? അപ്പൊ ഞാൻ സ്ത്രീയല്ലേ? എനിക്ക് നിങ്ങൾ നിൽക്കുമ്പോ നിങ്ങൾ ഇവിടുന്ന് പറയാൻ പോരാ, നിങ്ങൾ ഫേസ്ബുക്കിൽ എഴുതണം. നിങ്ങൾ ആളുകളൊക്കെ ഫേസ്ബുക്കിൽ എഴുതണം. ഞാൻ വെടിയാണോ വേശിയാണോ ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ വെടിയും വേശിയൊന്നുമല്ല. ഞാൻ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു. എനിക്ക് വെടിയാണെങ്കിൽ ഒത്തിരിയേ പൈസ ഉണ്ടാക്കി വലിയ ബംഗ്ലാവ് കാറ് ഞാൻ ഓട്ടോപിടിച്ചു പോകുന്നത്. അപ്പം നിങ്ങൾ അതിനെപ്പറ്റി എഴുതണം. ഇപ്പം ഞാനൊരു വെടി ആയിക്കോട്ടെ, സപ്പോസ് ഞാനൊരു വെടിയാണെങ്കിൽ തന്നെ ഒരു പെണ്ണ് വെടിയാണെങ്കിൽ പോലും ആ പെണ്ണിനെ അങ്ങനെ സൈബർ ബുള്ളിങ് ചെയ്തിട്ട് കൊടുക്കാനുള്ള അവകാശമില്ല. അപ്പൊ ഒരു പെണ്ണിനെതിരെ സൈബർ ബുള്ളിങ് വരുമ്പോഴും നിങ്ങൾ ഇതുപോലെ പറയണം. ഒരു സൈബർ ബുള്ളിങ് ഒരു സ്ഥലത്ത് നടന്ന് ഒരാൾ മരിച്ചതിന്റെ അതേ രോഷം അതേ സൈബർ ബുള്ളിങ് നടത്തിക്കൊണ്ടല്ല കാണിക്കേണ്ടത്. സ്ത്രീകൾക്കെതിരെ സൈബർ ബുള്ളിങ് വരുമ്പോൾ നിങ്ങൾ ഇതുപോലെ പോസ്റ്റ് എഴുതി ഈ രോഷം പ്രകടിപ്പിക്കാൻ നമ്മളെ സഹായിക്കണം. നമ്മളൊരു കോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്, അതിനെ സഹായിക്കണമെന്ന് നമ്മളത് പറയുന്നുണ്ട്. അതായത് നമ്മളൊരു സ്വന്തമായിട്ട് നമുക്ക് അഭിപ്രായങ്ങളുണ്ട്, അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ അടിയിൽ കൊണ്ട് ഈ കമന്റോളികൾ എന്ന് തന്നെ പശ്ചിമകാലത്ത് പറയുന്നത് കമന്റോളികൾ ഇടുന്ന ഇത്തരത്തിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞു എന്നെ സുഡാപ്പിന്നും മദ്രസ പൊട്ടെന്നും അതൊന്നും എൻ്റെ പേര് ഇസ്ലാമിക നാമകരണമായതുകൊണ്ട് മാത്രം കുറെ സൈബർ ഗ്രൂപ്പുകൾ നമുക്ക് വേണ്ടി തിരിഞ്ഞ അതൊക്കെ നമ്മൾ പൂമാലയായിട്ട് എടുക്കണം ഞാൻ പറയുന്നത്. പിന്നെ ഇത്തരത്തിൽ വെടി വേശ്യ ഇത്തരത്തിലൊക്കെ ഇടുന്നവനൊക്കെ കൃത്യമായിട്ട് നിയമ നടപടി സ്വീകരിക്കണം. നടപടി കൊടുത്തിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം 14 ദിവസം ഞാൻ അനുഭവിക്കണോ? ഇപ്പൊ ഞാൻ ജനറൽ ടിക്കറ്റ് യാത്ര ചെയ്ത് വരുന്ന ഞാന് ഇന്നലെ ആദ്യമായിട്ട് AC ടിക്കറ്റ് ബുക്ക് ചെയ്തു, പൈസ കടം മേടിച്ച്. എന്തുകൊണ്ട്? എനിക്ക് പേടി. എന്റെ ധൈര്യം നിങ്ങൾക്ക് അറിയാമോ? അതാണ് ആ നിയമവ്യവസ്ഥ മാറിയതുകൊണ്ട് മാത്രമേ ഇവിടെ കാര്യമുള്ളൂ. അത് ഇപ്പം ഇന്നലെ ബി സന്ധി നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ ശ്രീകണ്ഠൻ നായർ ഷോയിൽ. ഈ സൈബർ കേസുകൾക്ക് വേണ്ടി പ്രത്യേക കോടതി, കുടുംബ കോടതികളൊക്കെ സ്ഥാപിച്ച പോലെ പ്രത്യേക കോടതി സംവിധാനം വരണമെന്ന്. അതുപോലെ ഇങ്ങനെ നിയമം സ്ട്രോങ് ആവണം. ഇവിടുത്തെ പോലീസുകാർക്കൊക്കെ പണിയെടുക്കാൻ ഭയങ്കര മടിയാണ്. അതായത് ഇവിടെ കുറച്ച് ആൾക്കാർക്ക് ഇതിപ്പം ഞാൻ ആരെ കൊണ്ടെങ്കിലും വിളിച്ചു പറയിപ്പിച്ചാൽ മാത്രമേ അവർ കേസോ എന്തെങ്കിലുമൊക്കെ എടുപ്പിക്കുള്ളൂ. ഞാനിപ്പം എന്റെ കേസ് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ 2-3 പേരെ കൊണ്ട് വിളിച്ചു പറയിപ്പിച്ച ശ്രമമൊക്കെയാണ് നടത്തി. അപ്പം എന്നിട്ട് പോലും അതിനകത്ത് ഒരു ഇതുമില്ല. അവര് ഇപ്പം അല്ലാതെ ഞാൻ ഇപ്പം എന്താ ഒരുത്തനുണ്ട് എന്റെ കാസറ്റ് എന്ന് പറയുന്ന ഒരുത്തൻ, അവൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. OG സുനിലൊക്കെ അവന്റെ ഒരു അക്കൗണ്ട് പൂട്ടിച്ചതാണ് ഞാൻ അറിഞ്ഞു. അവൻ ഇവിടെ ഏതാണ്ടൊക്കെ പെണ്ണ് കേസോ ഏതാണ്ടൊക്കെ ഉണ്ടെന്നൊക്കെയാണെന്നാണ് ഞാൻ പറയുന്നത്. അവൻ എന്നെ വീഡിയോ ചെയ്തു. അവനെ ഞാൻ ഒരു ഫേമസ് മാധ്യമ പ്രവർത്തനെ കൊണ്ട് വിളിപ്പിച്ചു. അവൻ പറഞ്ഞു ഞാൻ ഡിലീറ്റ് ആക്കാൻ. ഇല്ല അത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇതല്ലേ. അയാൾ ഒരു ഭയങ്കര ഫേമസ്. അല്ല നിന്റെ ബ്രദറൊന്നും അല്ല. നിന്റെ ബ്രദറിനൊന്നും ആ ധൈര്യമൊന്നും ഇല്ല. അപ്പൊ എന്താ ഞാനും നിന്റെ ബ്രദർ അത്ര ക്ലോസ് അല്ല. ഞാൻ
ക്ലോസ് ആയ ഒരു മാധ്യമ പ്രവർത്തനം കൊണ്ട് ഭയങ്കര വലിയൊരു മാധ്യമ പ്രവർത്തനമാണ് വിളിപ്പിച്ചു. പക്ഷേ അയാൾ ഇതുവരെ എന്നും വിളിക്കുമ്പോൾ വീഡിയോ ഡിലീറ്റ് ആക്കാന്ന് പറയുന്നല്ലാതെ വീഡിയോ ഡിലീറ്റ് ആക്കിയിട്ടില്ല. അപ്പൊ അയാൾ എവിടെയുള്ള ഗൾഫിലാവുള്ളേ. ഈ ദുബായിലൊക്കെ ചെന്നിട്ട് എങ്ങനെ പിടിക്കാനാണ് പോലീസ് ഇവിടെ അതില്ലേ? പക്ഷെ ഇപ്പം ഇവിടുത്തെ ഏതെങ്കിലും മിനിസ്റ്റർക്കെതിരെയോ ഇപ്പൊ പിണറായി വിജയന്റെ മകൾക്കെതിരെയൊക്കെ ആണെങ്കിൽ ഇത് ഇടുന്നതെങ്കിൽ അവർ ദുബായിലല്ല അമേരിക്ക വരെ പോയി പിടിച്ചിട്ട് വരും. അത് ഈ ഇരട്ട നീതി ഇവിടെ പാടില്ല എന്നുള്ള മാത്രമേ ഉള്ളൂ. ഈ ദീപക് സൈബർ സ്പേസിൽ ഒരു പുള്ളി ചെയ്ത് ഇപ്പൊ ആത്മഹത്യ ചെയ്യാതെ ഇതിനെ ഇപ്പൊ കുറെ ഫെമിനിസ്റ്റുകൾ എഴുതുന്നുണ്ട് എന്തുകൊണ്ട് അവൻ ഇത് പോലീസ് സ്റ്റേഷനിൽ പോയില്ല. അദ്ദേഹം പോയിരുന്നെങ്കിലും അദ്ദേഹത്തിന് നീതി കിട്ടിയിരുന്നതേ ഞാൻ എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുള്ളൂ. അതുകൊണ്ട് ഈ സമൂഹവും ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയും ചേർന്നാണ് ഈ ദീപക്കിനെ കൊന്നു കളഞ്ഞത്. അന്ന് നിങ്ങൾക്ക് ഷിംജിതയിലേക്ക് കല്ലെറിഞ്ഞ് ആരോപിക്കാൻ വേണ്ടി പറ്റില്ല. ഷിംജിത അതിനകത്ത് ഒരു അബദ്ധവശാൽ ഒരാളായി പോയി, അതിനകത്ത് ഒരു കണ്ണിയായി പോയി മാത്രമെന്നേ ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഷിംജിതേനെയും അതേപോലെ അതേ നാണയത്തിൽ സൈബർ ബുള്ളിങ് ചെയ്യരുത്. അവർക്കും ഒരു ലൈഫ് ഉള്ളതാണ്. ഇനി ഇപ്പൊ ജയിലിൽ നിന്നൊക്കെ ഇറങ്ങി കഴിഞ്ഞാലും ഒക്കെ അവർക്ക് ലൈഫ് ഉള്ളതാണ്. അതുപോലെ എനിക്കും ലൈഫ് ഉള്ളതാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, ഞാൻ അത്ര വലിയ സ്ട്രോങ് ആയിട്ടുള്ള ആളെന്നല്ല, എനിക്കും പേടിയുണ്ട്. ഞാൻ സ്ട്രോങ് ആയി എന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ പേടിച്ചാണ് ഇന്നലെ വന്നത്. അതുകൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ത്രീകളോട് സ്നേഹം ഉണ്ടെങ്കിൽ ഇപ്പൊ അവരാരാണ് അവരുടെ പ്രൊഫഷൻ, ഞാനൊരു ടീച്ചറായിട്ട് സ്ത്രീകളെ ക്രൂരമായി യഥാർത്ഥ പീഡനം എന്ന് പറയുന്ന കാര്യം ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ പറയുന്നത് ഈ 10 തവണ ഒരുമിച്ച് ഇരുന്ന് എല്ലാം കഴിഞ്ഞിട്ട് അവസാനം കൊണ്ടുപോയി എല്ലാ പ്രശ്നങ്ങളെല്ലാം ഇവർ തമ്മിൽ പ്രശ്നമായി കഴിയുമ്പോൾ കേസ് കൊടുക്കുന്നവരെ കുറിച്ചല്ല കേട്ടോ. അല്ലാതെ കൃത്യമായിട്ട് നമ്മുടെ ഡൽഹിയിൽ നടന്ന പോലെ ഉന്നാവ പീഡനം പോലെ അത്തരത്തിൽ പീഡനം ചെയ്യുന്നവന്മാരെ കൃത്യമായിട്ട് പറഞ്ഞാൽ സൗദിയിലെയൊക്കെ പോലത്തെ നിയമങ്ങൾ ഇവിടെ വരണമെന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. കൊന്നവനെ കൊല്ലുന്ന നിയമം വരണം. അല്ലെങ്കിൽ ഇത്തരത്തിൽ പീഡിപ്പിക്കുന്നതിന് മേലെ അവനിനി ഒരിക്കലും അവനെയൊക്കെ സത്യം പറഞ്ഞാൽ വന്ധീകരിക്കണം, അവനെയൊക്കെ വന്ധീകരിച്ച് കളഞ്ഞേക്കണം. അത്തരത്തിൽ ചിന്തിക്കുന്ന ആളാണ് ഞാൻ. തീർച്ചയായിട്ടും അത്തരത്തിൽ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ കൃത്യമായിട്ട് നിലപാടെടുക്കുന്ന ആൾക്കാരല്ലേ. കൃത്യമായിട്ട് എഴുതിയിടുകയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അതിനുവേണ്ടി ഉപയോഗിക്കുകയും എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യുന്നവരാണ്. എല്ലാവരും ഇതേപോലെ ചെയ്യണം. എല്ലാവരും ഇതുപോലെ റെസ്പോൺസിബിൾ ആയിട്ട് ബിഹേവ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. പക്ഷേ ഇന്നത്തെ നമ്മുടെ ന്യൂ ജനറേഷൻ പിള്ളേരാണെങ്കിൽ പോലും ജെൻസി പിള്ളേരാണെങ്കിൽ പോലും അത്രയും പൊളിറ്റിക്സ് ഇല്ല അവർക്ക്. അതാണ് പ്രശ്നം. അപ്പൊ എല്ലാ കാര്യത്തിലും മനസ്സിലായോ? ഇപ്പൊ നിങ്ങളുടെ ശ്രദ്ധിച്ചോളൂ. ഈ വെടിയെന്നും വേശി എന്നൊക്കെ കമന്റ് ഇടുന്നവന്മാര് ജെൻസി ആകണമെന്ന് യാതൊരു നിർബന്ധമില്ല. കമന്റ് ഇട്ടോറായിരിക്കില്ല, എനിക്കെതിരെ വീഡിയോ ഇട്ടോരല്ല ഏകദേശം എന്റെ പ്രായമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഏകദേശം. അതുകൊണ്ട് ജെൻസി ആണോ അല്ലയോന്നൊന്നും എനിക്കറിയത്തില്ല. ജെൻസി ഇപ്പൊ എനിക്കെതിരെ ഞാൻ ലൈവ് പോയപ്പോ ഒരു ലിംഗം കാണിച്ചോണ്ട് പെട്ടെന്ന് ഒരുത്തൻ കയറി വന്ന് ലിംഗം കാണിച്ചു. ഞാൻ അവനെതിരെ കംപ്ലൈന്റ് കൊടുത്തപ്പോഴേ അവൻ 16 വയസ്സുള്ള സെമിനാരിൽ അച്ഛനാവാൻ പഠിക്കുന്നവൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവൻ വന്നിട്ട് നേരെ എന്റെ കാലെ പിടിച്ചു, കാലെ വീണു. അവന്റെ കാലെ വീണുന്നുണ്ട്. അവൻ കാലെ പിടിക്കുന്നുണ്ട് അറിയാം. അവൻ നമ്മളോട് ഇത് ഒരു ഫീലിംഗ് കാരണമാണ് കാലെ പിടിക്കുന്നതെന്ന്. അതായത് പോലീസ് സ്റ്റേഷനിൽ വരെ എനിക്കത് മനസ്സിലായി. അവൻ ആ ഒരു രീതിയിലാണ് എന്റെ കാലെ പിടിച്ചതെന്ന്. അപ്പൊ സ്ത്രീകൾക്ക്, ഇപ്പൊ പുരുഷന്മാർക്ക് അതുണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ സ്ത്രീകൾക്ക് നമ്മുടെ അടുത്ത് വന്ന് നിന്നിട്ട് അയാൾ ചിലപ്പം എന്താ പറയാ, അയാളുടെ സാമീപ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അത് ഒരു നല്ല ഒരാളാണ് സമീപ്യം. ഇപ്പൊ ഞാനൊരു പുരുഷന്മാർക്കും അല്ല, എനിക്കത് അറിയില്ലെന്ന് പറയാം. തെറ്റിദ്ധാരണ എന്നല്ല, എനിക്കത് അറിയത്തില്ലെന്നാ ഞാൻ പറഞ്ഞു. മനസ്സിലാവുന്ന എനിക്കത് ഞാനത് പൊതുമാധ്യമത്തിൽ ഞങ്ങൾക്കും മനസ്സിലാവും കേട്ടോ. ഈ ഒരു വിഷയം ഉദ്ദേശം അറിയാം. ഇങ്ങനെ ക്യാമറ ആയിട്ട് വരുന്നവന്മാരെ ഞങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ അറിയാമെന്ന് പറഞ്ഞതേ ഉള്ളൂ. അതിനെപ്പറ്റി റിയൽ ആയിട്ട് വരുന്നവരല്ല പറയുന്നത്. ഫേക്ക് ആയിട്ട് വരുന്ന പെൺകുട്ടികളെ കുറിച്ച് അല്ലെങ്കിൽ പെൺ മനസ്സുകളെ കുറിച്ച് മാത്രമേ ഇവിടെ സംസാരിക്കുന്നുള്ളൂ. ജനറലൈസ് ചെയ്ത് സംസാരിക്കുന്നില്ല. ഓൾറെഡി പറഞ്ഞു വെക്കുന്നു. അപ്പം അത് നമുക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെ മനസ്സിലാവുമ്പോൾ ഇപ്പൊ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ടച്ച് ശരിയല്ലെന്ന് മനസ്സിലായി, ഇപ്പം ബാഡായിട്ട് ടച്ച് ചെയ്തു, അപ്പൊ ഒരാൾ വീഡിയോ എടുക്കുകയാണ്. ഇനിയിപ്പം അതാണ് എന്റെ ചോദ്യം, അതേ ഉള്ളൂ. ഇനി പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ പോയി പരാതി കൊടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്ത് നീതി കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? അപ്പൊ ഇടണം. എങ്ങനെ ഇടണം? ഇത് നടന്നിട്ടില്ലല്ലോ അത്. അപ്പൊ സോഷ്യൽ മീഡിയ ഇടണം. അപ്പൊ അയാൾ മരിച്ചാലോ? അപ്പൊ മരിച്ചാൽ അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കാണിക്കാനെങ്കിലും ഒരു കാര്യമില്ല. ലൈംഗിക അസോൾട്ട് കാണുന്നില്ല. ലൈംഗിക അസോൾട്ട്, പക്ഷെ ആ കുട്ടിക്ക് ലൈംഗിക അസോൾട്ട് ഉണ്ടായിട്ടുണ്ട്. എടുത്തു വന്നപ്പോഴത്തേക്ക് അവൻ മനസ്സിലായി. അവൻ എന്നിട്ട് മാറി നിന്നു. അതുകൊണ്ട് പോലീസ് കേസ് എടുത്തില്ല. ആ പെൺകുട്ടിക്ക് ഇത് ഇട്ടപ്പോഴും പെൺകുട്ടിക്കാണ് സൈബർ ബുള്ളിങ് ഇടുന്നത്. നീ ട്രെൻഡ് ആവാൻ വേണ്ടി ഇട്ടതല്ലേ. അപ്പൊ ആ പെണ്ണ് പോയി ആത്മഹത്യ ചെയ്യണോ? ആ പെണ്ണ് അവിടെ സഹിച്ചിരിക്കണോ? അപ്പൊ എന്ത് ചെയ്യണം? അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് പോലീസ് അവനെ പിടിച്ചോണ്ട് വന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്തിട്ട്
അതിന്റെ സത്യാവസ്ഥ തെളിയിക്കണം. അത്രേ ഞാനിവിടെ പറയുന്നുള്ളൂ. ഞാനിവിടെ ഷിംജിത് ചെയ്തില്ല, അതാണ് ഇവിടുത്തെ പ്രശ്നം. ആ ഷിംജിത് ചെയ്യാത്തത് എന്തുകൊണ്ട്? അതാണ് നിങ്ങളുടെ ബയാസ്ഡ് ആയിട്ടുള്ള മൈൻഡ്. അതാണ് നിങ്ങളുടെ ബയാസ്ഡ് ആയ മൈൻഡ്. നിന്റെ ബയാസ്ഡ് ആയ മൈൻഡ് അങ്ങനെ. എന്റെ ബയാസ്ഡ് ആയ മൈൻഡും എന്റെ എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് സോഷ്യൽ മീഡിയ നീ അങ്ങ് ചിന്തിച്ചോ ഇത് റീച്ച് കിട്ടുന്ന നീ എങ്ങനെയാണ് നീ ചിന്തിച്ചോ? അതുപോലെ എനിക്ക് ചിന്തിക്കാനുള്ള റൈറ്റ് എനിക്കുണ്ട്. നീ ചിന്തിച്ച പോലെ എനിക്ക് ചിന്തിക്കാനും അവകാശമുണ്ട്. ഞാൻ ചിന്തിച്ചതെന്ന് പറഞ്ഞാൽ എന്റെ എക്സ്പീരിയൻസ് ചിന്തിച്ചെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്താലും ഇതിനകത്തൊന്നും നടപടിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ ആ പെൺകുട്ടി ഉറപ്പിക്കാൻ പറ്റും. നിനക്ക് തോന്നിയല്ലോ, അല്ല നിനക്ക് തോന്നിയല്ലോ അത് റീച്ചിന് വേണ്ടി. അതങ്ങനെ റീച്ചിന് വേണ്ടിയാണ് പരാതി കൊടുക്കാതെ പരാതി കൊടുക്കാതെ എന്തുകൊണ്ടാ? പരാതി കൊടുക്കാതെ എന്തുകൊണ്ടാ? എന്റെ നിനക്ക് തോന്നിയല്ലോ, നിനക്ക് റീച്ചിന് വേണ്ടിയാ തോന്നിയല്ലോ. അതുപോലെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിക്ക് നീതി കിട്ടാത്തത് കൊണ്ടാണെന്ന്. നീതി കിട്ടുമെന്ന് ആ പെൺകുട്ടിക്ക് തോന്നിയിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് ആ പെൺകുട്ടി എന്ത് ചെയ്തു? സോഷ്യൽ മീഡിയനെ കോടതിയായിട്ട് കാണാം. ഇവൻ പോയി ആത്മഹത്യ ചെയ്യുന്ന ആ പെണ്ണ് വിചാരിച്ച് കാണത്തില്ല. ഇത് തന്നെയാണ് പോലീസുകാര് കേസ് അങ്ങ് എടുത്ത് ഒറ്റപ്പെട്ട കേസിൽ ഇവിടെ കേസ് എടുക്കുന്നുള്ളൂ. ബാക്കി ആർക്കും കേസ് എടുക്കുന്നില്ല. ഇതിൽ പ്രതികരിക്കുന്ന പിള്ളേർ തന്നെ വളരെ കുറവാണ്. ഇപ്പം ബസ്സിൽ എന്തോരം ഇപ്പം പറയുന്നുള്ളൂ നിങ്ങൾ എല്ലായിടത്തും ലൈംഗിക അതിക്രമം നടക്കുന്നുണ്ടെന്ന്. എന്നിട്ട് എത്ര വീഡിയോ വരുന്നുണ്ട്? ആഴ്ചയിൽ ഓരോ വീഡിയോ വെച്ച് വരുന്നുണ്ടോ? അല്ലെങ്കിൽ എല്ലാ ദിവസവും ഓരോ വീഡിയോ വെച്ച് വരുന്നുണ്ടോ? എല്ലാ ദിവസവും പണ്ട് സിറ്റി പിന്നുമായിട്ട് കേറിയിരുന്ന സ്ത്രീകളുള്ള നാടാണ് കേരളം. ഞങ്ങൾ എതിർക്കുന്നില്ല അതിനെ. കൃത്യമായിട്ട് ബസ്സുകളില് സ്ത്രീകൾക്ക് പീഡനം നേരിടുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിനെ ഇതുവരെ നമ്മൾ പക്ഷേ ഈ ഷിംജിതയുടെ ഈ കേസിൽ ഷിംജിതയുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് തോന്നുന്നില്ല എന്ന് മാത്രമേ ഇവിടെ അഭിപ്രായമുള്ളൂ. അല്ലാതെ സ്ത്രീകൾ ഇരയാകുന്നതിനോ സ്ത്രീകൾ മുഴുവൻ ബസ്സുകളിൽ പീഡനത്തിന് ഇരയാകണം എന്ന് ചിന്തിക്കുന്ന ഒരു മണ്ടൻ ചിന്താധിക്കാനല്ല ഞങ്ങൾ ആരും. നിങ്ങൾ ആരും എനിക്കൊന്നുമില്ല. എനിക്ക് തന്നെയാണ് ഞാൻ പറയുന്നത്. കുറെ ആൾക്കാർക്ക് ഈ കുറെ ആൾക്കാർക്ക് ഈ ബസ്സിൽ കയറി പിടിക്കേണ്ടവന്മാരുണ്ടല്ലോ, അവന്മാർക്ക് ഇതൊരു ലൈസൻസ് ആയി. ഇനി പെൺപിള്ളേര് പ്രതികരിക്കൂല, അപ്പൊ നമുക്കിത് കയറി പിടിക്കാം, അങ്ങനെ ലൈസൻസ് ആയി. ഇപ്പം പെൺകുട്ടികൾക്ക് ഈ അക്രമം ഉണ്ടായാലും വളരെ കുറച്ച് മാത്രമേ അതായത് എന്താ പറയാ മുന്നിലേക്ക് അതായത് പുറത്ത് വരുന്നുള്ളൂ. അതായത് എന്തുകൊണ്ടാ സേഫ്റ്റി പിൻ കൊണ്ട് നടക്കേണ്ടി വന്നത്? അത് ആണുങ്ങളെ ഉപദ്രവിക്കുന്നോണ്ടല്ല സേഫ്റ്റി പിൻ കൊണ്ട് നടക്കേണ്ടി വന്നത്. ആണുങ്ങൾ ഉപദ്രവിക്കുമ്പോ പെണ്ണിന്റെ നാവ് പൊന്തരുത്. സേഫ്റ്റി പിൻ വെച്ച് അവനെ കുത്തിക്കോ, എടാ മാറി നിക്കടാ, അങ്ങനെ പറയരുത്. അതുകൊണ്ടാണ് സേഫ്റ്റി പിന്നും കൊണ്ടും ബ്ലേഡും കൊണ്ടും നടക്കേണ്ടി വന്നത്. അപ്പൊ എനിക്ക് സന്തോഷമുണ്ട്. ഈ ഷിംജിത എന്ന് പറയുന്ന ഒരാൾ വീഡിയോ ഇട്ടുകൊണ്ട് ഒരാൾ മരിക്കേണ്ടി വന്നു. ഇവിടുത്തെ ആണുങ്ങൾക്ക് സ്ത്രീകളോട് നിങ്ങൾ ശബ്ദമുയർത്തി പറയണമെന്ന് ഇവിടുത്തെ പെൺപിള്ളേരോട് പറയാൻ വേണ്ടിയിട്ട് ഒരാൾ മരിക്കേണ്ടി വന്നു. അതാണ് ഇത്. നേരത്തെ നിങ്ങൾ പറയുകയാണ് പെൺകുട്ടികളോട് ഉറക്കെ പ്രതികരിക്കുന്ന പെൺകുട്ടികളിലൂടെ ആ ബസ്സിലുള്ള കണ്ടക്ടറും അവിടെയുള്ള ആൾക്കാരും എന്തൊരു സ്ത്രീകളും പോലും നിൽക്കാറില്ല കൂടെ. ഈ പുരുഷാധിപത്യത്തിന്റെ അവര് കൂടെ നിന്നിട്ട് 4-5 പേരെ ഇതുപോലെ ഒന്ന് പറഞ്ഞ് വിലക്കുകയാണെങ്കിൽ 4-5 പേരെ ഒരുമിച്ച് കൊണ്ട് പോലീസിൽ കൊണ്ട് കൊടുക്കുമായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ദൗർഭാഗ്യപരമായിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ടായേണ്ടി വരുന്നില്ല. സ്ത്രീകളോട് മിണ്ടാതിരുന്ന് സേഫ്റ്റി പിൻ ഉപയോഗിച്ച് ശബ്ദം പുറത്തു വരരുത്, അത് നിന്റെ കുറ്റമാണ്, നമ്മുടെ ശരീരത്തിൽ ആരെങ്കിലും കയറി പിടിച്ചാൽ അത് നമ്മുടെ കുറ്റമാണെന്ന് പറഞ്ഞ് നമ്മൾ പേറിക്കൊണ്ട് നടക്കണോണ്ട് ആ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി കാരണമാണ് ഇന്ന് ഈ ദീപകിന്റെ ദാരുണകരമായിട്ടുള്ള ആത്മഹത്യ ഉണ്ടായത്. അതിന് ഷിംജിതയല്ല സോൾ ആയിട്ടുള്ള മൂല കാരണം എന്ന് പറയുന്നതല്ല. മൂല കാരണത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. അതായത് ഒരു വേര്, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഒരു ബ്രാഞ്ചിൽ ഒരു മരത്തിന്റെ ഒരു ശിഖരത്തിൽ ഒരു അസുഖം ഉണ്ടെങ്കിൽ ചിലപ്പം ആ അതിന്റെ അസുഖത്തിന്റെ കാരണം വേരിലായിരിക്കും. അപ്പൊ അതിന്റെ വേരിലാണ് കൊണ്ടുപോയിട്ട് അത് ട്രീറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ആ ബ്രാഞ്ചിൽ കൊണ്ട് ബ്രാഞ്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബ്രാഞ്ച് അവിടെ കട്ട് ചെയ്ത് പോയിരിക്കും, ബാക്കി ബ്രാഞ്ചിലേക്ക് അത് പടരും. അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് ആ മൂല കാരണത്തിനാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു ഷിംജിതേനെ ശിക്ഷിച്ചത് കൊണ്ട് ഇവിടുത്തെ പെൺകുട്ടികൾ ചിലപ്പോൾ സൈലന്റ് ആയി പോകുമായിരിക്കും, പക്ഷെ ഇവിടുത്തെ ആണുങ്ങൾ ഈ അതിക്രമം തുറന്നുകൊണ്ടിരിക്കും. പക്ഷെ ഈ ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത് ഇത്രയും നല്ലൊരു ചർച്ചയ്ക്ക് വഴിവെച്ചെന്നും പെൺകുട്ടികൾ ഇതിനെതിരെ പ്രതികരിക്കണമെന്നും ഇനിയിപ്പോ പോലീസ് കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കണമെന്നും പോലീസ് ഇതിനെതിരെ ആക്ഷൻ അവന്മാർ എടുക്കൂല. ഇനിയും ഞാൻ പറയുന്നു അവന്മാർ എടുക്കൂല, ഉറപ്പുള്ള കാര്യമാണ്, എടുക്കൂല. ഈ ഇൻസിഡന്റ് കഴിഞ്ഞല്ലേ ഞാൻ കൊണ്ടേ കേസ് കൊടുത്തത്, എന്നിട്ട് അവർ കേസ് എടുത്തു. പക്ഷെ വലിയ ആക്ഷൻ ഒന്നും ഇല്ല. ഞാൻ നമ്പർ കൊണ്ടേ കൊടുക്കുമല്ലേ, അവർക്ക് വിളിക്കാനല്ലോ, അവർ വിളിച്ചിട്ടൊന്നുമില്ല. വിളിക്കുവാണെങ്കിൽ ആ വീഡിയോ ഡിലീറ്റ് ആവുമല്ലോ. എന്നിട്ട് പോലും ഇവിടെ നീതി കിട്ടുന്നില്ല.
അപ്പം ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മളുടെ ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. ഇപ്പൊ CPM തിരുവനന്തപുരം കോർപ്പറേഷനിൽ തോറ്റപ്പം ആര്യ രാജേന്ദ്രനെ എല്ലാവരും കൂടെ ബുള്ളി ചെയ്തു. ഞാൻ അത് ആര്യ രാജേന്ദ്രന്റെ ടൂളെ ഇട്ട് കൊടുത്ത പോലെ തന്നെ. അതിന്റെ ഒരു റൂട്ട് കോസാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. എപ്പോഴും നമ്മൾ ആളുകളിലേക്കല്ല നമ്മൾ അതിന്റെ റൂട്ട് കോസ്. ഒരു ആളുകളുടെ ബിഹേവിയറിലല്ല കിടക്കുന്നത്. അത് ഈ സമൂഹത്തിന്റെ ബിഹേവിയറും സമൂഹത്തിന്റെ ഒരു സ്ട്രക്ചറലായിട്ടുള്ള മാറ്റമാണ് ഉണ്ടാവേണ്ടത്. അതാണ് ഞാനിവിടെ ആവശ്യപ്പെടുന്നത്. മോബ് ലിഞ്ചിങ് ചെയ്യുന്ന സമൂഹം എന്ന് പറയുന്നത് ഒരു നല്ല സമൂഹമല്ല, അത് മാറി വരണം. സൈബർ സ്പേസ് കുറച്ചുകൂടെ എത്തിക്സ് ഉള്ളതും എല്ലാവരും റെസ്പോൺസിബിൾ ആയിട്ടും സൈബർ റെസ്പോൺസിബിലിറ്റി എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ സിലബസിലേക്ക് ഉൾപ്പെടുത്തണം. അതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും അത്യാവശ്യം കൃത്യമായി തന്നെ അതിൻ്റെ അകത്ത് ഷിംജിത ദീപക് വിഷയത്തിൽ നമ്മുടെ എല്ലാവരുടെയും നിലപാട് ഇത് തന്നെയാണ്. സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ക്രൂരമായ അധിക്ഷേപങ്ങളൊക്കെ സമൂഹത്തിൽ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ മറ്റു ചിലർ മറ്റു പല രീതിയിലും അതിനെ വളച്ചൊടിക്കുന്ന രീതിയിലേക്ക് പോകുമ്പോൾ അവിടെ സംസാരിക്കേണ്ട മറ്റ് പോയിന്റുകൾ അല്ലെങ്കിൽ എതിർ സ്വരങ്ങളൊക്കെ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അത് സംഭവിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആദ്യം സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു അധിക്ഷേപങ്ങൾ അല്ലെങ്കിൽ ഒരു കടന്നുകയറ്റങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ആദ്യം തന്നെ നിയമവ്യവസ്ഥാ സംവിധാനത്തിൽ പോയി പരാതിപ്പെടാനുള്ള, ഇപ്പം ശ്രീലക്ഷ്മി പറഞ്ഞ പല പോലീസുകാരും വളരെ മോശമായിട്ടാണ് ബിഹേവ് ചെയ്യുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് കൃത്യമായിട്ട് അവർ എടുക്കേണ്ട ആക്ഷനുകൾ കൃത്യമായിട്ട് എടുക്കുന്നില്ല. അത് തന്നെയല്ലേ എടുക്കുന്നില്ല. അതുകൊണ്ടായിരിക്കാം പല സ്ത്രീകൾക്കും ഇത്തരത്തിൽ വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പം നമ്മുടെ നിയമവ്യവസ്ഥയും കൂടി മാറി ചിന്തിക്കുക. ഇത്തരത്തിലുള്ള അതുപോലെ തന്നെ ഇത്തരത്തിൽ എതിർ ശബ്ദങ്ങളെയൊക്കെ സ്ത്രീ ആയതിൻ്റെ പേരിൽ വളരെ മോശമായിട്ടുള്ള പദങ്ങളൊക്കെ ഉപയോഗിച്ച് അടിച്ചമർത്തുന്ന അത്തരത്തിലുള്ള കാട്ടാള നീതിയും മാറേണ്ടതാണ്. ഇത് തന്നെയാണ് നമ്മുടെ അതിനകത്തെ അഭിപ്രായം. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ അതിനകത്തെ നിലപാടുകൾ. കൃത്യമായിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് സ്ത്രീകൾ എന്ന് പറയുന്നവർ കൃത്യമായിട്ട് നമ്മൾ ആദ്യം തൊട്ടേ പറയുന്ന പിന്നെ അത് പറയണ്ടല്ലോ. എല്ലാവർക്കും നമുക്കെല്ലാം അമ്മമാരുണ്ട് അല്ലേ? അതിൻ്റെ മുകളിൽ വേറൊരു വർത്താനമില്ല. അതിൻ്റെ അകത്ത് പുരുഷന്മാർക്കെല്ലാം ഒരു അമ്മയിൽ നിന്നാണ് എല്ലാ പുരുഷന്മാരും ഉണ്ടായിരിക്കുന്നത്. ആരും സ്ത്രീവിരോധികളാകാൻ പറ്റില്ല അവർക്ക് ആർക്കും. കുറച്ച് പേരുണ്ട് കേട്ടോ, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല, ജനറലൈസ് ചെയ്ത് ഞാൻ പറയുന്നില്ല. ഈ ഫെമിനിസ്റ്റ് ഉള്ള പോലെ തന്നെ മെയിൽ ഷോവനിസ്റ്റുകളുണ്ട്. പക്ഷെ അവരെല്ലാം നമ്മളിവിടെ കോട്ട് ചെയ്യുന്നത് അല്ലാതെ ഒരു പൊതുസമൂഹത്തെയാണ് നമ്മൾ മൊത്തത്തിൽ പറയുന്നത്. അപ്പോൾ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിയമപരിരക്ഷ അവർക്കുണ്ടാവണം. അതിവർക്ക് ഉണ്ടാകുന്നില്ല എന്ന് തെളിവ് സഹിതമാണ് ശ്രീലക്ഷ്മിയൊക്കെ ഇരുന്ന് ഒരു പൊതുമാധ്യമത്തിൽ നിന്ന് പറയുന്നത്. അതിന് കൃത്യമായിട്ടുള്ള ഇത് സർക്കാർ സംവിധാനങ്ങൾ അതുകൊണ്ടാണ്. അതിനൊക്കെ പറ്റുമെങ്കിൽ സെല്ലുകളല്ലേ, വുമൺ സെല്ലുകളൊക്കെ ഇപ്പോൾ ഒത്തിരി തുറക്കുന്നുണ്ടല്ലോ. എത്രയോ വനിതാ IPS ഓഫീസർമാർ ഇവിടെ ഉണ്ട്. അവർ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ നല്ല കഴിവുള്ള ആരെങ്കിലുമൊക്കെ ഇതിൻ്റെ മേധാവിയാക്കി വെച്ച് പുതിയ നിയമനിർമ്മാണമൊക്കെ നടത്തുക. അപ്പം ഇതുപോലെയുള്ള ഷിംജിത ദീപക് വിഷയങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കും. സമൂഹത്തിന് ഒരു വ്യക്തിയെ എറിഞ്ഞു കൊടുക്കപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരണത്തിന് കാരണമൊന്നും ആകാതിരിക്കും. അങ്ങനത്തെ കൃത്യമായിട്ടുള്ള നിയമ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ മാറട്ടെ, നിയമങ്ങൾ മാറട്ടെ, നല്ലതാവട്ടെ അല്ലേ? അപ്പോൾ നമുക്കൊരു പോഡ്കാസ്റ്റ് എന്ന രീതിയിലേക്ക് ഇനി പോവാം. ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയുന്ന ഈ എൻ്റെ മുമ്പിലിരുന്ന് ഘോരം ബാധിക്കുന്ന ആ ഒരു നാരീ ശക്തി എവിടെ നിന്ന് കിട്ടി? അതാണ് എന്റെ ചോദ്യം. ഞാൻ അത്ര വലിയ ബോൾഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പറയേണ്ടത് പറയുന്നുണ്ടല്ലോ. പക്ഷെ എനിക്ക് സീരിയസ് ആയിട്ട് പേടി ഉണ്ടാവാതെ എല്ലാവർക്കും കൊണ്ട് ഈ കിടന്ന് സംസാരിക്കുന്നത് എനിക്ക് പോലും പേടി കാണും. ഒരാൾ ഒരു വ്യക്തി കത്തിയായിട്ട് വന്ന് ഫ്രണ്ടിൽ നിന്ന് നമുക്ക് എല്ലാവരും പേടിക്കല്ലേ? ആരും പേടിക്കും. നാക്കുകൊണ്ട് പോരാടാം, വേണേ കൈക്കരുത്തോണ്ട് നമുക്ക് വേണേ പോരാടാം. ഒരു ആയുധമായിട്ട് എടുത്തുമ്പോൾ എന്ത് ചെയ്യും? തിരിച്ചായുധം എടുക്കാൻ നമുക്ക് കാണാം. നമ്മൾ നിയമ സംവിധാനത്തിന്റെ കീഴിൽ നിൽക്കുന്നത് നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതൊക്കെ അത്രേ ഉള്ളൂ. പേടിയൊന്നും ഇല്ലാത്ത മനുഷ്യനില്ല. എങ്കിലും പറയേണ്ട നിലപാടുകൾ വ്യക്തവും ശക്തവും സ്പഷ്ടവുമായിട്ട് പറയുന്നത് കൊണ്ട് നിലപാടുള്ള ഒരു സ്ത്രീ എന്ന രീതി തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. എങ്ങനെ ഇത്തരത്തിൽ ബോൾഡ്നെസ് എങ്ങനെയായിരുന്നു ചെറുപ്പകാലം, കുട്ടിക്കാലം? എന്റെ ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ വീട്ടില് ഒരുപാട് പറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ബോറടിക്കും. നമുക്ക് ഒരു 20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ പോഡ്കാസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയിട്ട് നമുക്ക് അടുത്ത വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങൾ സംസാരിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. എന്റെ വീട്ടിൽ അമ്മയും അമ്മൂമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ വീട്ടിൽ ഇതുപോലെ ആണുങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഇതുപോലെ എന്റെ അച്ഛനൊരു വിവാഹ തട്ടിപ്പുകാരനായിരുന്നു. ഒരുപാട് സ്ത്രീകളെ കല്യാണം കഴിച്ച് അവിടെ നിന്ന് സ്വത്ത് പൈസ ഒക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് അങ്ങനെ പോവുക. ഓരോ ഇതുപോലെ പാവപ്പെട്ട വീട്ടിലെ ഇപ്പൊ എന്റെ അമ്മയും അമ്മൂമ്മയും മാത്രമുള്ള വീടാണ്. അവിടെ വന്നിട്ടാണ് പുള്ളി കല്യാണം കഴിച്ചത്. ഇതുപോലെ ഈ സെയിം ഇപ്പം രാഹുൽ മാങ്കൂട്ടം ചെയ്ത പോലെ സെയിം ഒരു മോഡ് ഓഫ് ഓപ്പറ ആണ്ടി വെച്ചിട്ട് എന്താന്ന് വെച്ചാൽ പാവപ്പെട്ട വീട്ടിലെ അമ്മയും മകളും മാത്രമുള്ള വീട്ടിൽ പോയിട്ട് അവിടെ ദത്ത് നിൽക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ കല്യാണം കഴിച്ച് അവിടെ ഒരു കുട്ടീനെ ഉണ്ടാക്കിയിട്ട് ഇയാൾ അവിടുത്തെ പൈസയും ഇതെല്ലാം എടുത്തോണ്ട് കടന്നു കളയും. അങ്ങനെ ഒരു അച്ഛനാണ് എനിക്കുള്ളത്. അപ്പം അയാളെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. 41 ദിവസമായപ്പോൾ പിടിച്ചു കൊടുത്തു എന്ന് വെച്ച് ഇത് ഞാൻ വെറുതെ പറഞ്ഞ തന്തയില്ലാത്തതൊന്നുമല്ല. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാം കൃത്യമായിട്ടുള്ള പോലീസ് രേഖകളും വെരിഫിക്കേഷൻ പോലീസ് കൊടുത്തെല്ലാം ഉണ്ട്. ഇരട്ടി പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണേലും കിട്ടാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇപ്പൊ എന്റെ അമ്മ എന്ന് പറയുന്ന പോലെ ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു ചന്ദ്രക്കുറി അണിഞ്ഞ് അമ്പലത്തിൽ പോകുന്ന ഒരു അമ്പലവാസി അമ്മയല്ല. എന്റെ അമ്മ കൃത്യമായിട്ട് പൊളിറ്റിക്കൽ സ്റ്റാൻഡുള്ള ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ കർണാടക ബോർഡറിൽ എന്റെ വീട്. അപ്പൊ കർണാടകയിൽ നിന്ന് ഒരുപാട് ചാരായം ഞങ്ങളുടെ നാട്ടിൽ കൊണ്ടുവന്നിട്ട് സ്ത്രീകളെ എല്ലാം അവിടുത്തെ കോളനിയിലെ ആൾക്കാർ ആണുങ്ങളെല്ലാം കൂടെ
കുമ്പിട്ടിരിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ അമ്മയുടെ നേതൃത്വത്തിലുള്ള ആൾക്കാരാണ് പോയിട്ട് ചാരായൊക്കെ ഒളിപ്പിച്ച് വെക്കുന്ന സ്ഥലങ്ങളൊക്കെ കുത്തി തുറന്ന സമരം, അങ്ങനെ അമ്മേനെ വാക്കത്തേക്ക് വെട്ടാനൊക്കെ വന്ന് അത്രയും ധൈര്യവതിയായിട്ടുള്ള ഒരു അമ്മയുടെ മോളാണ് ഞാൻ. എന്റെ അമ്മയുടെ 1% പോലും ധൈര്യം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം എന്റെ അമ്മേനെ അറിയുന്ന ആൾക്കാർ അത് ഉഷയുടെ മോള് തന്നെ, അവൾ ഇങ്ങനെ വരത്തുള്ളന്നേ എല്ലാവരും പറയത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിലെ എൻട്രൻസ് എഴുതിയിട്ട് നാഷണൽ ലെവലിലുള്ള ഒരു സ്കൂളായ നവോദയ സ്കൂളിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. എനിക്ക് അത്യാവശ്യം മൂള ഉള്ളതുകൊണ്ട് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് എനിക്ക് ഒരുപാട് വായനകൾ ഉണ്ടായിരുന്നു. വലിയൊരു ലൈബ്രറിയാണ് അവിടെ ഉള്ളത്. അത് മാത്രമല്ല വായനാശീലം നല്ലപോലെ. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പി വത്സലയുടെ നെല്ലൊക്കെ വായിച്ചിട്ടുണ്ട്. അത്രയും വലിയ ബുക്കൊക്കെ, അതുപോലെ ധർമ്മപുരാണമൊക്കെ ആ സമയത്തേ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇല്ലാത്ത വായനയാണ്. പത്രം വായിക്കണം. ഞാനൊക്കെ വിശ്വസിക്കുന്നത് എനിക്കൊക്കെ അത്യാവശ്യം പൊളിറ്റിക്കൽ അല്ലെങ്കിൽ അത്യാവശ്യം സമകാലീന കാര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഇതിന് മുമ്പ് നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഈ കാണുന്ന പോലെയല്ല, വായന നമുക്ക് ഇച്ചിരി കൂടി കയറും. ചെറുപ്പകാലത്ത് കയറി കറക്റ്റായിട്ട് പറയാൻ പറ്റും. പിള്ളേരാരും ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക് പോലും വായിക്കാറില്ല. നമ്മളിപ്പോ പണ്ട് മലയാളം ടെക്സ്റ്റ് ബുക്ക് കിട്ടിയാൽ എങ്ങനെയായിരുന്നു വായിക്കൂലേ? പക്ഷെ ഇപ്പൊ പിള്ളേര് തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് കടൽ തീരത്തൊക്കെ വായിച്ച് ഞാൻ കരഞ്ഞത് ഓർമ്മയുണ്ട്. അത് കിട്ടുന്ന പാട് ബുക്ക് മണപ്പിക്കും, വായിക്കും. ബാലരമ കിട്ടാനുള്ള ആ ഒരു കാത്തിരിപ്പ് അതൊന്നും ഇപ്പൊ ഇല്ലല്ലോ. അപ്പൊ അതെ. അപ്പൊ അതുപോലെ എന്ന് വെച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഭയങ്കര വായനാശീലമുള്ള ആളാന്ന് പറയുന്നത്. ഓരോ വർഷം 60 പുസ്തകങ്ങൾ വായിച്ചു തീർക്കുന്ന പറയുന്നത്. അതെനിക്ക് ഏകദേശം പൊളിറ്റിക്കലായിട്ട് ചിന്തിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടീസിലുള്ള ആൾക്കാരൊക്കെ വായിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഇപ്പോഴത്തെ നിലവിൽ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ആരും അത്രയും എനിക്കത് പേഴ്സണലായിട്ട് അറിയത്തില്ല. എന്നാലും അവരുടെ കോളേജ് കാലഘട്ടത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പം എനിക്ക് വായനാശീലം ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തന്നെ പറ്റുന്നത്. ഞാൻ പറഞ്ഞില്ല 8ാം ക്ലാസ് പഠിക്കുമ്പോഴേ അങ്ങനെയുള്ള കാര്യങ്ങൾ വായിച്ചിട്ടുണ്ട്. ശബരിമലയെ പറ്റി. പിന്നെ ഞാൻ പണ്ട് ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ സെൻസേഷൻ ആയിരിക്കും, ആണുങ്ങളൊക്കെ ഫയർ എന്ന് പറയുന്ന പുസ്തകം വായിക്കുമ്പോഴേ പെൺകുട്ടികൾക്കും ഈ നമ്മളുടെ കൗമാരത്തിൽ ഇതിനെ കാര്യങ്ങളെ പറ്റി അറിയാനുള്ള തോരയുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഇതൊന്നും അവൈലബിൾ അല്ല പെൺകുട്ടികളുടെ. പക്ഷെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആരോഗ്യമാസികയ, മഴക്കാലത്തെ ലൈംഗികത, ഇതൊക്കെ കിട്ടുമല്ലോ. ഇതൊക്കെ ഇരുന്ന് വായിച്ചത് ഇതൊക്കെ നമ്മൾ ഹോസ്റ്റലിൽ കൊണ്ടുവരും. അപ്പം എന്നെ കാണുമ്പോഴേ ലൈബ്രറിയിൽ ഇതൊക്കെ എടുത്തു വെക്കും. ഇത് എടുക്കുന്ന കുറച്ച് നമ്മൾ ആരോഗ്യമാസിക എടുക്കുന്നത് എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ളതാണ്. അപ്പൊ അതെടുത്ത് ആരോഗ്യമാസിക വായിച്ചുകൊണ്ട് കറക്റ്റ് ആയിട്ട് ഡോക്ടർമാർ എഴുതിയ ലൈംഗികതയെ വായിച്ചേ. അതുകൊണ്ട് ലൈംഗികതയെ പറ്റിയിട്ടുള്ള ഈ കോൺസെപ്റ്റ് എന്റെ മനസ്സിൽ കയറിയില്ല. അപ്പം ആരോഗ്യമാസികയൊക്കെ അങ്ങനെ അഭിമാനിക്കാം കേട്ടോ. നല്ല സെക്സ് എഡ്യൂക്കേഷൻ നമ്മളുടെ തലമുറയ്ക്ക് കൊടുത്തിട്ടുള്ളതുകൊണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് വായന ഉള്ളത് കൊണ്ടാണ് എനിക്കിത്. പിന്നെ ഞാൻ പഠിച്ചത് ഫിസിക്സ് ആണ് പഠിച്ചത്. BSc MSc ഫിസിക്സ് ആണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ട്. ബയാസ്ഡ് ആയിട്ട് ചിന്തിക്കരുത്. നമുക്കൊരു കുറച്ചുകൂടെ ലോകത്തെ കുറച്ചുകൂടെ വലുതായിട്ട് കാണാൻ വേണ്ടി. ഇപ്പം സുനിത വില്യംസ് പറഞ്ഞ പോലെ നമ്മൾ അവിടെ നോക്കുമ്പോൾ ഇതൊരു ചെറിയ പൊട്ട് മാത്രമല്ലേ. അപ്പം നമ്മൾ ഇവിടെ കിടന്ന് ഇപ്പൊ ഞാനും നീ വലിയ വലിയ ആളാന്ന് വിചാരിച്ചാ. പക്ഷെ നമ്മളെ യൂണിവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പറ്റി നമ്മൾ ജസ്റ്റ് മോളിക്യൂൾസ് ഓഫ് കാർബൺ ആൻഡ് ഓർഗാനിക് കോമ്പൗണ്ട് മാത്രമാണ്. അപ്പം ഇപ്പം വൈശാഖൻ തമ്പി ആണെങ്കിലും ഒക്കെ നമ്മൾ അതുപോലെ അങ്ങനെ അഭിപ്രായം രൂപപ്പെടുന്നത് നമ്മൾ സയൻസ് ബാക്ക്ഗ്രൗണ്ടും കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഫിസിക്സ് ബാക്ക്ഗ്രൗണ്ടും കൂടി ഉള്ളതുകൊണ്ട്. പിന്നെ ഞാൻ പഠിച്ചത് BEd MEd ആണ്. എൻ്റെ ഒരു ടീച്ചിങ് ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് എനിക്കിപ്പം കോളേജ് വരെ പഠിപ്പിക്കാനുള്ള വൈശാഖൻ തമ്പിയെ കോട്ട് ചെയ്തുകൊണ്ട് നമ്മൾ വെക്കണം. സൃഷ്ടി ഉണ്ടെങ്കിൽ ഒരു സൃഷ്ടാവ് ഉണ്ടാവണം അല്ലേ? അല്ല, അത് നമുക്ക് ഫിസിക്സ് പഠിച്ച ആൾക്കാർക്ക് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഫിസിക്സ് പഠിച്ച് അത് കറക്റ്റ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഫിസിക്സ് അത് നമുക്ക് ഫിസിക്സിനകത്ത് എല്ലാത്തിന്റെയും റീസൺ കിട്ടും. അതായത് നമ്മൾ എന്തിനാ ആംബിഗിറ്റി ഇല്ല ആ ലോകത്ത്. അത് നമുക്ക് തിയറികളൊക്കെ ഉണ്ട്. എനിക്കിപ്പം തിയറികൾ ഇപ്പം ബിഗ് ബാങ് തിയറി എന്ന് പറയുന്ന തിയറികളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ആ തിയറികൾ ഇപ്പൊ സയൻസ് പറയും ഇതിന്റെ ആൻസർ നിങ്ങൾ കറക്റ്റ് ആയിട്ട് വൈശാഖൻ തമ്മിയോട് ചോദിക്കണം. കാരണം ഇപ്പൊ ഇപ്പൊ നമ്മുടെ സയൻസ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്റെ വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിന്റെ പിതാവ് എന്റെ കണ്ടിന്യൂസ് വാച്ച് ചെയ്യുന്ന ആളാണ്. കൃത്യമായിട്ട് ഭയങ്കരമായിട്ട് ഈ മതത്തെക്കുറിച്ച് പഠിക്കുന്ന ആളാണ്. എന്നോട് പ്രത്യേകം പറഞ്ഞാണ് വൈശാഖൻ തമ്പി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്. ഞാൻ അപ്പോഴാ പുള്ളിനെ കുറിച്ച് അറിയുന്നത്, ശ്രദ്ധിക്കുന്നത്. എന്റെ രവിചന്ദ്രന്റെ കണ്ടിട്ട് പറഞ്ഞു നീ ഇന്റർവ്യൂ ചെയ്യണം, പുള്ളിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ. നമ്മളിപ്പോ സയൻസ് സമ്മത് റാവുത്ത് എന്നാണ് പുള്ളിയുടെ പേര്. നമ്മൾ സയൻസ് ഇല്ലേ, സയൻസ് നമുക്ക് പറയുമ്പോൾ അതിന്റെ എന്താ ഫേക്ക് ആയിട്ട് പറയാൻ വേണ്ടി പറ്റില്ല. ഫേക്ക് ആയിട്ട് പറയാനുള്ള സാധനമല്ല. അപ്പൊ ഞാനിപ്പോ പഠിച്ചിട്ടല്ലോ, നമ്മളിപ്പോൾ സയൻസ് പഠിച്ചിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. നമ്മളിപ്പോ ഒരു ക്ലാസ് എടുക്കാൻ പോകാൻ പ്രസന്റ്. അപ്പൊ എനിക്കിപ്പോ നിങ്ങൾ ചോദിക്കുന്ന തിയറികളെ പറ്റി ഏതാണ് ഇപ്പൊ കറന്റ് ആയിട്ടുള്ള തിയറി എന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് എനിക്ക് പറയാം. കോമൺ സാധനം എല്ലാവരോടും ചോദിക്കാറുള്ളൂ, സൃഷ്ടി ഉണ്ടെങ്കിൽ ഒരു സൃഷ്ടാവ് ഉണ്ടാവും. അങ്ങനെ ഈ ലോകത്തിലുള്ള എല്ലാ സാധനത്തിനും ഒരു മരം വെച്ച് പിടിപ്പിക്കാതെ ഒരു മരം വരും നമുക്ക് എങ്ങനെ ജസ്റ്റ് കോമ്പിനേഷൻ ഓഫ് കാർബൺ ആൻഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നമ്മളിങ്ങനെ എന്തൊക്കെയോ സ്ട്രക്ചറൽ കാർബണും ഇത് എന്തൊക്കെയാ കാർബണും ഓർഗാനിക് കോമ്പൗണ്ടുകൾ പറയും, ഹൈഡ്രജൻ എന്നൊക്കെ പറയുന്ന കുറെ കോമ്പൗണ്ടുകൾ. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഹൈഡ്രജനും ഓർഗാനിക് കോമ്പൗണ്ടും ഉണ്ടാകണമെങ്കിലും ഒരു സൃഷ്ടാവ് വേണ്ട. അതിന്റെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളത് ഇത്രേ ഉള്ളൂ, സൃഷ്ടി ഉണ്ടെങ്കിൽ ഒരു സൃഷ്ടാവും വേണ്ട എന്നുള്ള സാധനമുള്ളൂ. അത് കോമൺ ആയിട്ട് അങ്ങനെ വിശ്വസിക്കുന്നവർ
വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. പക്ഷെ എനിക്ക് സയൻസ് പഠിച്ചപ്പം അങ്ങനെ ഒരു സൃഷ്ടാവില്ല എന്നാണ് എനിക്ക് മനസ്സിലായ കാര്യം. അതുകൊണ്ടാണ് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കാത്തത്. സയൻസ് പഠിച്ചതുകൊണ്ടും പിന്നെ സൈക്കോളജി പഠിച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ BEd സൈക്കോളജി പഠിക്കാനുണ്ട്, ചൈൽഡ് സൈക്കോളജി. അപ്പം മനുഷ്യന്റെ മനസ്സ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചില ഹാലൂസിനേഷൻ അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചത് കൊണ്ടുമാണ് നമുക്ക് മനുഷ്യന്റെ മനസ്സ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, മനസ്സിന്റെ കുറെ കാരണങ്ങൾ കൊണ്ടാണ്, നമ്മളുടെ ചിന്തകൾ കൊണ്ടാണ് നമ്മൾ ദൈവത്തെ പോലെയുള്ള സംഭവങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത്, സൂപ്പർസ്റ്റിഷനെ ആശ്രയിക്കേണ്ടി വരുന്നത്. അതൊക്കെ പഠിച്ചതുകൊണ്ടാണ് എനിക്ക് സത്യം പറഞ്ഞ വിദ്യാഭ്യാസം. അല്ല, എന്താ അങ്ങനെ നമ്മൾ ചോദിക്കുന്നത് അറിയോ? ഇപ്പൊ നമ്മൾ ഈ ഒരു റൂമിലേക്ക് തന്നെ നോക്കിയാൽ ഈ ഇരിക്കുന്ന നമ്മൾ മനുഷ്യൻ ഉൾപ്പെടെ, അല്ലെങ്കിൽ ഈ ലൈറ്റ്, ക്യാമറ, അല്ലെങ്കിൽ ഈ ഫ്ലോർ, ഇതെല്ലാം നിർമ്മിതമല്ലേ ഒരു വ്യക്തിയിലൂടെ? അല്ലെങ്കിൽ അതൊക്കെ ഞാൻ കാണുന്ന ഇലക്ട്രോണുകളൊക്കെ അങ്ങനെ ഞാൻ ആറ്റോമിക് ആയിട്ട് അതിനെ കാണുന്നത്. ആറ്റോമിക് ആയിട്ടാണല്ലോ ആറ്റം. ഈ ലോകം ഉണ്ടായിരിക്കുന്ന ഒരു ആറ്റത്തിൽ നിന്നല്ല, കണികയിൽ നിന്നല്ലേ? കണികയിൽ നിന്ന് ബിഗ് ബാങ് തിയറിയിൽ വിശ്വസിക്കുന്നത് നിങ്ങൾ? എനിക്കിപ്പം ബിഗ് ബാങ് തിയറി ഉള്ളൂ, അതിന്റെ പുറകിലുള്ള ഇനിയിപ്പോ വേറെ എന്തെങ്കിലും തിയറി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അത് അപ്ഡേറ്റ് അല്ല. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ സയന്റിഫിക് ആയിട്ടുള്ള ചിന്തിക്കണം. ഞാൻ പറയുന്നു, പഠിക്കാൻ ശ്രമിക്കുക. ഞാൻ പറയട്ടെ, ഞാൻ എത്ര കൊല്ലം പഠിച്ചിട്ട് 3 കൊല്ലം BSc ഫിസിക്സ് പഠിച്ചു, 2 കൊല്ലം MSc ഫിസിക്സ് പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കുറെ അല്ലാതെ ഫിസിക്സ് പഠിച്ചിട്ടുണ്ട്. നമ്മൾ കുറെ നമ്മൾ അതുപോലത്തെ ജേർണൽസും പേപ്പറും ഒക്കെ വായിച്ചിട്ടുണ്ട്. നമ്മുടെ PGയുടെ ഭാഗമായിട്ട് നമ്മൾ പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്, പാർട്ടിക്കിൾ സിന്തസൈസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല BEdനും M.Edനും നമ്മൾ സൈക്കോളജി പഠിച്ചിട്ടുണ്ട്, അത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും കാലം പഠിച്ചിട്ടാണ് ഇപ്പൊ എന്തുകൊണ്ടാണ് ബോൾഡായി, എന്തുകൊണ്ടാണ് അഭിപ്രായം പറയുന്നത് വെച്ചാൽ നമ്മൾ അതിനെപ്പറ്റി വിദ്യാഭ്യാസം കറക്റ്റ് ആയിട്ട് നേടിയിട്ടുണ്ട്. വിദ്യാഭ്യാസം നേടിയതോടു കൂടിയാണ് എനിക്ക് ഞാൻ സ്കൂളിൽ ടീച്ചറായിരുന്നു. സ്കൂളിലെ സിസ്റ്റത്തിൽ എനിക്ക് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഗവൺമെന്റിന്റെ സർവീസിൽ സ്കൂൾ ടീച്ചർ. ഞാൻ +1 +2 ഫിസിക്സ് ആണ് എടുക്കുന്നത്. അപ്പൊ +1 +2 ഫിസിക്സിൽ നല്ല ഒരു നമുക്കൊരു ടീച്ചറുണ്ട്, ബന്ധപ്പെടുക. അപ്പം നമ്മൾ താഴെ കൊടുക്കുന്നതായിരിക്കും. അപ്പം അതുകൊണ്ട് എന്താ പറയാ, ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പൊ അവിടെ ഇതുപോലെ തന്നെ നമ്മുടെ ഇപ്പം എല്ലാ സ്കൂൾ സിസ്റ്റം ഒന്നും അത്ര നല്ലതൊന്നുമല്ല. ഇപ്പൊ പുരോഗമന ആശയങ്ങളൊന്നും ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലമല്ല. അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്ത് പോരുക ചെയ്തേ. പക്ഷെ എല്ലാ സ്കൂളുകളും അങ്ങനെയല്ല. ജനറലൈസ് ചെയ്യുന്നതാണ് പ്രശ്നം. അതിൻ്റെ എല്ലാത്തിലും ഞാൻ ആകെ ശ്രീലക്ഷ്മിയോട് എതിർക്കുന്നത് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ജനറലൈസ് ചെയ്യും. എല്ലാവരും അങ്ങനെ ഞാൻ പഠിപ്പിക്കാൻ എന്നെ പോലെ ഒരു ആൾക്കാരെ എന്താണ് വിദ്യാഭ്യാസ മേഖല എന്താണ് ഉണ്ടായ പ്രശ്നം? വിദ്യാഭ്യാസ മേഖല അതൊക്കെ ഞാൻ കുറെ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ കേട്ടിട്ടില്ല. കേക്കട്ടെ, ജനങ്ങൾ കേക്കട്ടെ. ഏത് സ്കൂളിൽ എന്താ സംഭവിച്ചേ? സ്കൂളിൽ ഞാൻ ഒരു ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന്റെ, അതായത് ഒരു പട്ടികജാതി പട്ടിക വികസന പിന്നെ ഒരു സ്കൂളിൽ ഒരു കൊല്ലത്തെ കോൺട്രാക്ട് ബേസിസിലാണ് നമുക്ക് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് കിട്ടിയത്. അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ കുറെ ഫണ്ടിന്റെ തിരിമറികൾ അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് നമുക്ക് എന്താ പറയാ, എനിക്ക് കുറെ ആക്ടിവിസ്റ്റുകളായിട്ട് ബന്ധമുണ്ടല്ലോ. അപ്പം അവിടുത്തെ പ്രിൻസിപ്പള് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഇപ്പം ഒരു ആക്ടിവിസ്റ്റ് ഉണ്ട്, അവരുമായിട്ട് വേറെ ഇതിനു മുമ്പ് പഠിപ്പിച്ച സ്കൂളിൽ കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഞാൻ അവരുടെ ഫ്രണ്ടാണല്ലോ, അപ്പം ഇവരുമായിട്ട് ആ പ്രിൻസിപ്പളിനെതിരെ 5-6 FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ആ FIRന്റെ മേളിൽ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ഒക്കെ ഒരു സിസ്റ്റമാണ് അവിടെ നിന്ന്. എനിക്ക് അവിടുത്തെ എന്താ പറയാ, ഞാൻ ഫേക്ക് പോക്സോ, അതായത് ഞാൻ ഇതിന് മുമ്പേ ഇത് പറഞ്ഞിട്ടുള്ളതാണ്, പോക്സോ കേസ് എന്റെ പേരിൽ ഫേക്ക് പോക്സോ കേസ് കൊടുക്കുമെന്ന് ഞാൻ അറിഞ്ഞു. അതിനുശേഷമാണ് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തത്. അവര് പറഞ്ഞല്ല, ഞാൻ വേറെ രീതിയിൽ അറിഞ്ഞു. ഇതിനു മുമ്പ് അവർ ഫേക്ക് പോക്സോ കേസ്. സ്കൂളിൽ എങ്ങനെയാ കേറുന്നത്? എങ്ങനെയാ മാനേജ്മെന്റ് വഴി തന്നെയാണോ അതോ സ്കൂൾ? ഞാൻ പറഞ്ഞില്ലേ, ഗവൺമെന്റ് സ്കൂളാണ്. അല്ല, നമ്മൾക്ക് കോൺട്രാക്ട് ബേസിസിലാണ് കിട്ടുന്നത്. 1 ഇയർ. അതായത് നമ്മുടെ പട്ടികജാതി പട്ടികവർഗ വകുപ്പിൽ അങ്ങനെയാണ്. അപ്പം എനിക്കെതിരെ, അതായത് എന്നിട്ട് ഞാൻ കേസ് എന്നിട്ട് കഴിഞ്ഞ മാസം കഴിഞ്ഞ കൊല്ലമാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. അവിടെ പഠിപ്പിച്ച ഒരു ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു സാറിനെ വീണ്ടും ഒരു പോക്സോ കേസിൽ കുടുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ കുറെ ആൾക്കാരെയൊക്കെ വിളിച്ച് അന്വേഷിച്ചു. അപ്പൊ പറഞ്ഞു, ശ്രീലക്ഷ്മി, അത് പോക്സോ കേസ് അല്ലേ, ഇത് റിയൽ ആണോ ഫേക്ക് ആണോ നമുക്ക് ഇന്റർവൈൻ ചെയ്യാൻ പറ്റൂല്ലോ എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് അപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ പോക്സോ കേസുകൾ അങ്ങനെ സ്കൂളുകളിലൊക്കെ പോക്സോ കേസുകളിലൊക്കെ ഫേക്ക് ആയിട്ട്, അത് നമ്മൾ പറഞ്ഞ നമ്മൾ ഫേക്ക് ആയിട്ട് നിയമവ്യവസ്ഥയുടെ ഒരു പരാജയമല്ലേ? അതെ, അതാണ് ഞാൻ പറഞ്ഞത്.